വെൽക്കം ടു ദ നെക്സ്റ്റ് ക്ലാസ് ഓൺ ജനറൽ വെക്ടർ സ്പേസസ്. ഇന്ന് നമ്മൾ സെക്ഷൻ 4.2 സ്റ്റാർട്ട് ചെയ്യുകയാണ്, സബ്സ്പേസസ്. സോ എന്താണ് ഒരു സബ്സ്പേസ് എന്നുള്ള ഡെഫിനിഷനും ചില എക്സാമ്പിൾസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം എന്താണ് സബ്സ്പേസ് എന്ന് വെച്ചാൽ നോക്കാം. സോ സപ്പോസ് വി ഹാവ് എ വെക്ടർ സ്പേസ് വി. അപ്പോൾ വി ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ നമുക്കതിലൊരു വെക്ടർ അഡീഷൻ ഡിഫൈൻഡ് ആണ്, ഒരു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആണ്. W is a subset of V. We say that W is a subspace of V if W satisfies all the axioms from 1 to 10 with respect to the same vector addition and same scalar multiplication. സോ വിയിൽ നമുക്ക് വെക്ടർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് എന്ന് പറയുമ്പോൾ വിയിലുള്ള ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും ഏത് രണ്ട് വെക്റ്റേഴ്സ് എടുത്താലും അവരെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാനറിയാം. അതുപോലെ ഒരു സ്കെയിലാർ കൊണ്ട് വിയിലുള്ള എല്ലാ വെക്റ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാനും നമുക്കറിയാം. സോ ഡബ്ല്യു വിയുടെ സബ്സ്പേസ് ആയതുകൊണ്ട് നമുക്ക് ഡബ്ല്യുവിലുള്ള ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും ഇവിടെ ഒരു അഡീഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ വിത്ത് റെസ്പെക്ട് ടു ദീസ് ടു ഓപ്പറേഷൻസ് ഡബ്ല്യു മസ്റ്റ് സാറ്റിസ്ഫൈസ് ആക്സിയംസ് 1 to 10. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് വി. സോ എ സബ്സെറ്റ് ഡബ്ല്യു ഓഫ് എ വെക്ടർ സ്പേസ് വി ഈസ് കോൾഡ് എ സബ്സ്പേസ് ഓഫ് വി if W is itself a vector space under the addition and scalar multiplication defined on V. അപ്പോൾ അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്, വിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അതേ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഉപയോഗിച്ചിട്ടാണ് ഡബ്ല്യുവും വെക്ടർ സ്പേസ് ആവേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡബ്ല്യു വിയുടെ സബ്സ്പേസ് ആണെന്ന് നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഈ ആക്സിയംസ് 1 to 10 ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിയിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടും. അതായത് നമുക്കറിയാം വി വെക്ടർ സ്പേസ് ആയതുകൊണ്ട് യു പ്ലസ് വി ഇസ് ഈക്വൽ ടു വി പ്ലസ് യു ഫോർ ഓൾ വി ആൻഡ് യു ഇൻ വി. കമ്മ്യൂട്ടേറ്റീവ് അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ യു വി ഫുൾ വിയിലുള്ള ഏത് രണ്ട് വെക്റ്റേഴ്സ് വിയും യുവും എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവരുടെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ ഡബ്ല്യുവിലുള്ള എല്ലാ ആൾക്കാരും വിയിലുള്ളവർ തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് യു പ്ലസ് വി ഈക്വൽ ടു വി പ്ലസ് യു ഫോർ ഓൾ വി ആൻഡ് യു ഇൻ ഡബ്ല്യു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ വിയിലുള്ള ഏത് മൂന്ന് വെക്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാലും വി ഹാവ് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു same as u plus v plus w. This is true for every u, v, w in capital W എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം വിയിലുള്ള ഏത് മൂന്ന് വെക്റ്റേഴ്സ് എടുത്താലും അവരുടെ അഡീഷൻ അസോസിയേറ്റീവ് ആണ്. സോ ഇഫ് വി ടേക്ക് എലമെൻറ്റ്സ് ഓഫ് ഡബ്ല്യു ദേ ആർ ഓൾസോ എലമെൻറ്റ്സ് ഓഫ് വി. സോ ദെയർ അഡീഷൻ ഇസ് ഓൾസോ അസോസിയേറ്റീവ്. അതുമാത്രമല്ല അടുത്തതായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ എലമെൻറ്റ് വിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഡബ്ല്യുവിൽ ഉണ്ടാവണമെന്നില്ല. ബിക്കോസ് ഡബ്ല്യു സബ്സ്പേസ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ വിയിലുള്ള എല്ലാവരും ഡബ്ല്യുവിൽ ഉണ്ടാവണമെന്നില്ല. അതുപോലെ ഡബ്ല്യുവിലുള്ള ഒരു എലമെൻ്റ് എടുത്തു, അതിൻ്റെ നെഗറ്റീവ് എലമെൻറ്റ് വിയിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും, പക്ഷേ അത് ഡബ്ല്യുവിലുണ്ട് എന്ന് പറയാറായിട്ടില്ല. പിന്നെ നമുക്കറിയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ distributive property k times u plus v equal to ku plus kv. ഈ പ്രോപ്പർട്ടി for every scalar k and for every vector u and v in capital Vക്ക് ട്രൂ ആണ്. സോ ക്യാപിറ്റൽ വിയിലുള്ള എല്ലാ വെക്റ്റേഴ്സിനും ട്രൂ ആണെങ്കിൽ ഡബ്ല്യുവിലുള്ളവർക്കും ഇത് ട്രൂ ആണ്. അതുപോലെ തന്നെ k പ്ലസ് m ടൈംസ് u ഈക്വൽ ടു ku പ്ലസ് mu. This property is also true for every u in V. എല്ലാ വിയിലുള്ള എല്ലാ വെക്റ്റേഴ്സിനും ശരിയാണെങ്കിൽ ഡബ്ല്യുവിലുള്ള വെക്റ്റേഴ്സിനും ശരിയാണ്. ദെൻ അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റും k ടൈംസ് mu is same as
കെ എം ടൈംസ് യു. ഇതും വിയിലുള്ള എല്ലാ യുകൾക്കും ശരിയാണ് എന്ന് പറയുമ്പോൾ ഡബ്ല്യുവിലുള്ളവർക്കും ഇത് ശരിയാണ്. ദെൻ വി ഹാവ് 1 times u is equal to u for all u element of v. വിയിലുള്ള എല്ലാവർക്കും ശരിയാണെങ്കിൽ ഡബ്ല്യുവിലുള്ള എല്ലാവർക്കും ശരിയാണ്. സോ ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് വിയിൽ ശരിയായതുകൊണ്ട് ഡബ്ല്യുവിന് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടും. ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ 6 പ്രോപ്പർട്ടീസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് വിക്ക് ട്രൂ ആയതുകൊണ്ട് അത് ഡബ്ല്യുവിലും ട്രൂ ആയിരിക്കും. സോ ടു ചെക്ക് വെദർ ഡബ്ല്യു സബ്സ്പേസ് ഓഫ് വി, ആക്സിയം 1 നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് വെദർ ഡബ്ല്യു ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. അതുപോലെ ആക്സിയം 4 നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് 0 വെക്റ്റർ ഡബ്ല്യുവിലുണ്ടോ. ആക്സിയം 5 നമ്മൾ ചെക്ക് ചെയ്യണം. എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് വെക്റ്റേഴ്സ് ഓഫ് ഡബ്ല്യു. ദെൻ ആക്സിയം 6 നമ്മൾ ചെക്ക് ചെയ്യണം. വെദർ ഡബ്ല്യു ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. സോ ഈ 4 പ്രോപ്പർട്ടീസും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ദെൻ അടുത്തതായിട്ട് നമ്മളൊരു തിയറമാണ് പഠിക്കാൻ പോകുന്നത്. ഈ തിയറം നമ്മളോട് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, W is a set of 1 or more vectors in a vector space V. W is a subset of V. Then W is a subspace of V if and only if the following conditions are satisfied. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, W സബ്സ്പേസ് ഓഫ് V ആവണം എന്നുണ്ടെങ്കിൽ 4 പ്രോപ്പർട്ടീസ് നമ്മൾ ചെക്ക് ചെയ്യണം. ആക്സിയം 1, 4, 5 ആൻഡ് 6. ഈ തിയറം നമ്മളോട് പറയുന്നു, if u and v are vectors in W, then u plus v element of W. അതായത് ആക്സിയം 1 ട്രൂ ആവണം. Then if k is a scalar and u is a vector in W, then ku element of W means axiom 6 ശരിയാവണം. That is, the theorem states that W is a subspace of V if and only if it is closed under addition and scalar multiplication. സോ ഇവിടെ നമ്മൾ ആക്സിയം 4നെ പറ്റിയോ 5നെ പറ്റിയോ പറയുന്നില്ല. പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ആക്സിയം 1ഉം 6ഉം ട്രൂ ആണെങ്കിൽ ഇറ്റ് ഈസ് എ സബ്സ്പേസ്. സോ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് കുറഞ്ഞു. നമുക്ക് ആക്സിയം 1ഉം 6ഉം ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, if axiom 1 and 6 are satisfied, then W will be a subspace, and if W is a subspace, then surely axiom 1 and 6 will be satisfied. So നമുക്കിത് ഈ തിയറം പ്രൂവ് ചെയ്യണം. ഈ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കറിയാം, W സബ്സ്പേസ് ഓഫ് വി ആവാൻ ആക്സിയം 1, 4, 5, 6 ശരിയായാൽ മതി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവർ പറയുന്നത് 4ഉം 5ഉം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, 1ഉം 6ഉം മാത്രം നോക്കിയാൽ മതി എന്നാണ്. സോ 1ഉം 6ഉം ട്രൂ ആണെങ്കിൽ 4ഉം 5ഉം ട്രൂ ആവും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ പ്രൂഫിലേക്ക് കടക്കാം. ഇഫ് W is a subspace of V, then all the vector space axiom hold in W. അത് ആക്സിയം 1 തുടങ്ങി 10 വരെയുള്ള എല്ലാ ആക്സിയംസും ഡബ്ല്യുവിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സോ ഇൻ പർട്ടിക്കുലർ ആക്സിയം 1 ആൻഡ് 6 വിൽ ബി സാറ്റിസ്ഫൈഡ് ഇൻ ഡബ്ല്യു. അപ്പോൾ അതുകൊണ്ട് ഇഫ് ഡബ്ല്യു ഈസ് എ സബ്സ്പേസ്, കണ്ടീഷൻസ് എ ആൻഡ് ബി ഹോൾഡ്സ്. കോൺവേഴ്സ്ലി നമ്മൾ അസ്യൂം ചെയ്യാണ് ഡബ്ല്യു ഈസ് closed under vector addition as well as scalar multiplication. Okay, since these are axioms 1 and 6, അപ്പോൾ എയും ബിയും ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് എടുത്താൽ ദാറ്റ് മീൻസ് ആക്സിയം 1 is true, ആക്സിയം 6 is true. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആക്സിയംസ് 2, 3, 7, 8, 9 and 10 are inherited from V. So we only need to show that axioms 4 and 5 hold in W. അപ്പോൾ അതിൽ തന്നെ u be any vector in W.
നമ്മളിപ്പോൾ നമ്മുടെ അസംഷൻ പ്രകാരം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനിൽ W ക്ലോസ്ഡ് ആണ്. സോ ഈ U Wയിലുള്ളതാണെന്നുണ്ടെങ്കിൽ KU ഷുഡ് ബി an element of W for every K in R, for every scalar K. സോ ഞാൻ ഈ സ്കെയിലാർ 0 ആയിട്ട് എടുത്തു. സോ ഐ ഹാവ് 0 വെക്റ്റർ U. വാട്ട് ഇസ് 0 വെക്റ്റർ U? It is vector 0. So this must be an element of W. So നമുക്ക് കിട്ടി 0 vector is in W. Okay. So let U be any vector in W. It follows from condition B that KU is an element of W for all K element of R. So in particular 0 vector U, which is vector 0, is in W. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ -1 എന്നുള്ള സ്കെയിലാർ കൊണ്ട് വെക്റ്റർ യുവിനെ മൾട്ടിപ്ലൈ ചെയ്യണം. വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് -1 ടൈംസ് വെക്റ്റർ യു ഈസ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് വെക്റ്റർ യു എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണ്. സോ വി ഹാവ് കെ യു ഈസ് ആൻ എലമെൻറ്റ് ഓഫ് W ഫോർ ഓൾ K എലമെൻറ്റ് ഓഫ് R. സോ ഇൻ പർട്ടിക്കുലർ -1 ടൈംസ് വെക്റ്റർ യു ഷുഡ് ബി ആൻ എലമെൻറ്റ് ഓഫ് W. ദാറ്റ് ഈസ് minus of vector U is in W. So we have axiom 4 and 5 are satisfied. ഇപ്പോൾ നോക്കുക, ആക്സിയം 1ഉം 6ഉം ഹോൾഡ് ചെയ്യുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. 2, 3, 4, 5, then 6, 7, 8, 9, 10 എല്ലാ വെക്ടർ സ്പേസ് ആക്സിയംസും ഇവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞു. So that W will be a subspace of V. So ഇനി മുതൽ നമ്മളോട് ഒരു വെക്ടർ സ്പേസ് തന്നിട്ട് അതിൻ്റെ ഒരു സബ്സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളാകെ ആക്സിയം 1ഉം 6ഉം മാത്രം ചെക്ക് ചെയ്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് എക്സാമ്പിൾ കാണാം. ദ സീറോ സബ്സ്പേസ്. ഇപ്പോൾ V be any vector space. I am taking W is equal to vector 0, singleton set 0. This is a subset of V that consists of the 0 vector only. This will be a subspace of V because നമുക്കറിയാം സബ്സ്പേസ് ആവണം എന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഡബ്ല്യുവിൽ ആകെ 0 വെക്റ്റർ മാത്രമേ ഉള്ളൂ. 0 വെക്റ്റർ പ്ലസ് 0 വെക്റ്റർ ഇസ് ഈക്വൽ ടു 0 വെക്റ്റർ. ഇറ്റ് ഈസ് ദർ ഇൻ W. അതുപോലെ ടേക്ക് എനി സ്കെയിലാർ K ടൈംസ് 0 വെക്റ്റർ ഇസ് ഈക്വൽ ടു 0 വെക്റ്റർ ആൻഡ് ദിസ് ഇസ് ഇൻ W. സോ W ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. So W is a subspace of V and it is called the zero subspace of V. അപ്പോൾ ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, എല്ലാ വെക്ടർ സ്പേസിനും 2 സബ്സ്പേസുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഒന്ന് സീറോ സബ്സ്പേസ്, രണ്ടാമത്തേത് ആ വെക്ടർ സ്പേസ് തന്നെ. V itself is a subspace of V. Okay, so every vector space has at least 2 subspaces itself and its zero subspace. Next example, R2. നമ്മുടെ പ്ലെയിൻ ആണ് ഇവിടെ നമ്മൾ V ആയിട്ട് എടുക്കുന്നത്. സോ V is equal to R2. R2 means you know that it is set of all ordered pair XY where X and Y are real numbers. ഇതാണ് നമ്മുടെ വെക്ടർ സ്പേസ്. ഇവിടെ ലൈൻസ് ത്രൂ ദ ഒറിജിൻ ആർ സബ്സ്പേസസ് ഓഫ് R2. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന എല്ലാ ലൈൻസും മീൻസ് ആ ലൈനിലുള്ള പോയിൻറ്റ്സ് എല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന സെറ്റ്. ഇറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് R2 എന്നാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. സോ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇഫ് W ഈസ് എ ലൈൻ ത്രൂ ദ ഒറിജിൻ ഓഫ് R2, then any line in plane which passes through origin has the equation y equal to mx where m is a fixed real number. നമുക്കറിയാം എന്താണ് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ, ഒരു പ്ലെയിനിലെ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു
എം എക്സ് പ്ലസ് സി ഫോമിലുള്ളതായിരിക്കും. ഇഫ് ദിസ് ലൈൻ പാസസ് ത്രൂ ഒറിജിൻ ദെൻ ദ സി വിൽ ബി 0. സോ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു എം എക്സ് എന്നുള്ളതായിരിക്കും. വെർ എം ഈസ് എ ഫിക്സഡ് റിയൽ നമ്പർ, നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഡബ്ല്യുവിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ വെർ എക്സ് ആൻഡ് വൈ വാരീസ് ഓവർ ആർ എന്ന് പറയുന്നിടത്ത് y എന്ന് പറയുന്നത് ഇവിടെ എം എക്സ് ആയിരിക്കും. സോ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് എം എക്സ് വെർ എക്സ് ഈസ് ഇൻ ആർ. ദെൻ നമുക്ക് ആകെ ആക്സിയം 1ഉം 6ഉം മാത്രമേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഇവിടെ ആലോചിക്കേണ്ടത് ഇതാണ്, 2 കോർഡിനേറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് കോർഡിനേറ്റ് multiplied by m ആയിരിക്കണം സെക്കൻഡ് കോർഡിനേറ്റ്. സോ ഐ എം ടേക്കിംഗ് u ആസ് x1 mx1 and v as x2 mx2. These are elements of w. സ്റ്റാൻഡേർഡ് അഡീഷൻ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ വെക്റ്റർ u പ്ലസ് വെക്റ്റർ v വിൽ ബി x1 പ്ലസ് x2 കോമ mx1 plus mx2. mx1 plus mx2 can be written as m times x1 plus x2. സോ ഫസ്റ്റ് കോർഡിനേറ്റിനെ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ഇവിടെ സെക്കൻഡ് കോർഡിനേറ്റ്. മീൻസ് ദിസ് ഈസ് ഇൻ ഡബ്ല്യു. ഡബ്ല്യുവിലുള്ള എലമെൻസിൻ്റെ ഫോം ഇതാണ്. സോ യു പ്ലസ് വി ഈസ് ഇൻ ഡബ്ല്യു. സോ ആക്സിയം 1 ഓക്കെ ആണ്. അടുത്തതായിട്ട് നമുക്ക് ആക്സിയം 6 നോക്കണം. സോ കെ വെക്റ്റർ യു ഇസ് ഈക്വൽ ടു കെ എക്സ് 1 കെ എം എക്സ് 1. ഇതാണ് നമുക്കറിയാം. ഇതിൽ k mx1 can be written as, I can interchange the role of k and m because ഏത് 2 റിയൽ നമ്പേഴ്സാണ് ഇവിടെ കെയും എമ്മും. കെ എം ഇസ് സെയിം ആസ് എം കെ. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് കെ എക്സ് 1 എം ടൈംസ് കെ എക്സ് 1. ഫസ്റ്റ് കോർഡിനേറ്റിനെ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് സെക്കൻഡ് കോർഡിനേറ്റ്. സോ ദിസ് ഈസ് ഇൻ ഡബ്ല്യു. ഓക്കെ. സോ ആക്സിയം 1 and 6 holds here. W is closed under addition and scalar multiplication. Therefore, it forms a subspace of R2. അടുത്തതായിട്ട് ലൈൻസ് ത്രൂ ഒറിജിൻ ആർ സബ്സ്പേസ് ഓഫ് R3 ഓൾസോ. R3യുടെയും R3 നമ്മുടെ സ്പേസിലും ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഓരോ ലൈനും സബ്സ്പേസസ് ആയിരിക്കും എന്നാണ് അടുത്തതായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് R3യിലുള്ള ലൈൻസിൻ്റെ ഇക്വേഷൻ്റെ ഫോം അറിയാം. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി, വൈ ഈസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ബി ടി, ദെൻ സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് ബി ടി, where x naught, y naught, z naught is some point on the line and this is not B, it is C. And ABC is a vector. ABC എന്ന് പറയുന്ന വെക്ടറിനോട് പാരലൽ ആയിട്ടായിരിക്കും ഈ ലൈൻ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ലൈൻ 0 0 0 കൂടി പാസ് ചെയ്യുന്നു. passes through the origin. So it passes through 0 0 0. So we have x naught can be taken as 0, y naught can be taken as 0 and z naught can be taken as 0. So ബാക്കി നമുക്ക് ഉണ്ടാവുക x is equal to at, y is equal to bt and z is equal to ct. Or we can say that ordered triplet xyz is equal to ordered triplet at, bt, ct. T is common to all the t is common, so take it outside. So we have xyz is equal to t times abc. So the general equation of a line L in space through origin is, let me rub this, through origin is vector r is equal to ordered triplet xyz is equal to some t times abc. ഇവിടെ എ ബി സി ഫിക്സഡ് ആണ്. ഏത് വെക്റ്ററിനോടാണ് ഈ ലൈൻ പാരലൽ ആവുന്നത് അതാണ് നമ്മുടെ എ ബി സി. ടി വാരീസ്. ഓക്കെ. സോ എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു ടി ടൈംസ് എ ബി സി, വെർ ടി ഈസ് എ റിയൽ നമ്പർ ആൻഡ് എ ബി സി ആർ കോൺസ്റ്റൻറ്റ് റിയൽ നമ്പേഴ്സ്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എൽ എന്ന് പറയുന്ന
നമ്മുടെ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനിലുള്ള രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ അത് വീണ്ടും അതേ ലൈനിൽ തന്നെ ഉണ്ടാവും. സോ ലെറ്റ് u ഈക്വൽ ടു t1 ടൈംസ് എ ബി സി ആൻഡ് v ഈക്വൽ ടു t2 ടൈംസ് എ ബി സി be two vectors of L. Then their sum, vector u plus vector v, is equal to t1 plus t2 times abc. So ഇത് t ആണെന്ന് വിചാരിക്കാം. So t times abc ഫോമിലാണുള്ളത്. So this is still in L. So it is closed under vector addition. അടുത്തതായിട്ട് നമ്മളൊരു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. So we have k t1 times abc. k t1 എന്നുള്ളതിനെ t എന്ന് വിളിക്കുക. So this is of the form t times abc. So this is still in L. So L is closed under addition as well as scalar multiplication. Therefore it is a subspace of R3. അടുത്തതായിട്ട് plane passes through origin are subspaces of R2. R2വിൻ്റെ ഓൾറെഡി ഒരു ടൈപ്പ് സബ്സ്പേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന എല്ലാ ലൈൻസും R3യുടെ സബ്സ്പേസ് ആണ്. ഇവിടെ നമ്മൾ പറയുന്നു പ്ലെയിൻസ് ത്രൂ ദ ഒറിജിൻ ആർ സബ്സ്പേസസ് ഓഫ് R3. ഇഫ് വെക്റ്റർ u ആൻഡ് വെക്റ്റർ v ആർ വെക്റ്റേഴ്സ് ഇൻ എ പ്ലെയിൻ w ത്രൂ ദ ഒറിജിൻ ഓഫ് R3, then it is evident geometrically that the vectors vector u plus vector v and k vector u both lie in the same planes as vector u and vector v. Thus w is closed under addition and scalar multiplication. Geometrical ആയിട്ടാണ് പ്രൂഫ് പറയുന്നത്. ഇതാണ് നമ്മുടെ w എന്ന് വിചാരിക്കുക. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പ്ലെയിനാണ്. ആ പ്ലെയിനിലുള്ള രണ്ട് വെക്റ്റേഴ്സ് എടുത്തു, വെക്റ്റർ u ആൻഡ് വെക്റ്റർ v. ദെൻ വെക്റ്റർ u വെക്റ്റർ v സൈഡ്സ് ആയിട്ട് വരുന്ന പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ ആ പാരലലോഗ്രാം ഇതേ പ്ലെയിനിൽ തന്നെയാണ് ഉണ്ടാവുക. ആ പാരലലോഗ്രത്തിൻ്റെ ഡയഗണലാണ് നമുക്ക് കിട്ടുന്ന വെക്റ്റർ u പ്ലസ് വെക്റ്റർ v. സോ പാരലലോഗ്രാം മുഴുവനായിട്ട് പ്ലെയിനിൽ തന്നെ ആയതുകൊണ്ട് ഈ ഡയഗണലും പ്ലെയിനിൽ തന്നെയാണ്. സോ ദിസ് ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്റ്റർ അഡീഷൻ. നൗ ഇഫ് ദിസ് ഈസ് വെക്റ്റർ u, k വെക്റ്റർ u എന്ന് പറയുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ അതിൻ്റെ തന്നെ ഒരു സ്കെയിലിംഗ് ആണ്. ഒന്നുകിൽ അത് k ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇത് വലുതാവും, k ലെസ് ദാൻ 1 ആണെങ്കിൽ ഇത് യുവിനേക്കാൾ ഇത്തിരി ചെറുതാവുന്നേ ഉള്ളൂ. സോ ദിസ് ഇസ് സ്റ്റിൽ ഇൻ ദ സെയിം പ്ലെയിൻ. സോ എനി പ്ലെയിൻ പാസസ് ത്രൂ ഒറിജിൻ ആർ സബ്സ്പേസസ് ഓഫ് R3. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് R2വിൻ്റെ സബ്സ്പേസ്, അതുപോലെ സബ്സ്പേസ് ഓഫ് R3 എന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഏത് സ്പേസ് എടുത്താലും സീറോ സബ്സ്പേസും ഇറ്റ്സെൽഫും അതിൻ്റെ സബ്സ്പേസസ് ആണ്. 0 R2. ദെൻ എനി ലൈൻ ത്രൂ ഒറിജിൻ ആർ സബ്സ്പേസസ് ഓഫ് R2. അപ്പോൾ R2വിൻ്റെ ഏത് സബ്സ്പേസ് എടുത്താലും ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ഫോമിലാണ് അതുണ്ടാവുക. അപ്പോൾ എത്ര സബ്സ്പേസുകളുണ്ട് R2വിന്? R2 ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സബ്സ്പേസസ് ബിക്കോസ് ഒരു പ്ലെയിനിൽ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഇൻഫിനിറ്റ്ലി മെനി ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഓരോ ലൈനും ഒരു സബ്സ്പേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ R2വിന് ഇൻഫിനിറ്റ്ലി മെനി സബ്സ്പേസസ് ഉണ്ട്. ബട്ട് എനി സബ്സ്പേസ് വിൽ ബി എയ്തർ സീറോ സബ്സ്പേസ് ഓർ R2, അതർവൈസ് ഇറ്റ് വിൽ ബി എ ലൈൻ ത്രൂ ഒറിജിൻ. അടുത്തതായിട്ട് R3യുടെ സബ്സ്പേസസ്. വീണ്ടും സീറോ സബ്സ്പേസ് ഉണ്ട്, R3 ഇറ്റ്സെൽഫ് ഉണ്ട്. ദെൻ വി പ്രൂവ് ദാറ്റ് ലൈൻസ് ത്രൂ ഒറിജിൻ ആർ സബ്സ്പേസസ്. ദെൻ പ്ലെയിൻസ് ത്രൂ ഒറിജിൻ ആർ സബ്സ്പേസസ്. ഓക്കെ, അപ്പോൾ ഈ 4 ടൈപ്പാണ് R3യുടെ സബ്സ്പേസ് ഉണ്ടാവുക. ഇവിടെ R3ക്കും ഇൻഫിനിറ്റ്ലി മെനി സബ്സ്പേസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഒറിജിനിൽ കൂടി ഇൻഫിനിറ്റ്ലി മെനി ലൈൻസ് വരയ്ക്കാൻ പറ്റും. അതുപോലെ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഇൻഫിനിറ്റ്ലി മെനി പ്ലെയിൻസും ഉണ്ടായിരിക്കും. സോ R3 ഓൾസോ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സബ്സ്പേസസ്, ബട്ട് എനി സബ്സ്പേസ് വിൽ ബി ഓഫ് ദീസ് 4 ടൈപ്സ്. ഒന്നുകിൽ സീറോ സബ്സ്പേസ്, അല്ലെങ്കിൽ R3 തന്നെ, അതുമല്ലെങ്കിൽ അത് ലൈൻ ത്രൂ ഒറിജിൻ ആയിരിക്കും, അതുമല്ലെങ്കിൽ പ്ലെയിൻ ത്രൂ ഒറിജിൻ ആയിരിക്കും. ഇതല്ലാത്ത വേറെ സബ്സ്പേസസ് R3ക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.